നമസ്കാരം. ജ്യോതിർ ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇടവക്കൂറുകാരുടെ 2025 മെയ് മാസം 14 വ്യാഴമാറ്റത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയുമാണ്. ഇടവം രാശിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം ഈ മെയ് മാസം 14 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വരുന്നത്. മിഥുനം രാശി ഇടവക്കൂറുകാരുടെ 2ാം ഭാവമാണ്. ഒരു കൂറിൻ്റെ 2ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ നല്ല ഒരു ഫലത്തെയാണ് തരുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തി നോക്കാം. നമ്മുടെ 2ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ധനം, വിദ്യ, സംസാര രീതി, കുടുംബം മുതലായ കാര്യങ്ങളാണ്. വ്യാഴം നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭനായ ഒരു ഗ്രഹമാണ്. വ്യാഴം ഒരു രാശിയിൽ വരുമ്പോൾ ആ രാശി ഒരു വ്യക്തിയുടെ എത്രാമത്തെ ഭാവമായിട്ടാണോ വരുന്നത് ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല അശുഭഫലത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കഴിവ് വ്യാഴത്തിന് മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വ്യാഴനെ സർവേശ്വരകാരകൻ എന്ന് വിളിക്കുന്നത്. വ്യാഴം ഒരു വ്യക്തിയുടെ ഒരു ഭാവത്തിലേക്ക് വരുമ്പോൾ അശാന്തമായിരിക്കുന്ന ആ ഭാവത്തിന് ഒരു കുളിർത്തന്നൽ തഴുകിയെത്തുന്ന അനുഭവം തന്നെയായിരിക്കും. ഒരു ഗ്രഹം ഒരു രാശിയിൽ വരുമ്പോൾ ആ ഗ്രഹത്തിന് ബലമുണ്ടായിരുന്നാൽ മാത്രമേ അതിന് നല്ല ഒരു ഫലം തരുവാൻ സാധിക്കുകയുള്ളൂ. ആ ഗ്രഹത്തിന് നീചമോ മൗഢ്യമോ ശത്രുക്ഷേത്ര സ്ഥിതിയോ ശത്രുഗ്രഹദൃഷ്ടിയോ ഒന്നും വരാൻ പാടില്ല. എങ്കിൽ മാത്രമേ ആ ഗ്രഹത്തിന് നല്ല ഫലങ്ങൾ തരുവാനുള്ള ശേഷിയുണ്ടാകൂ. ഇതുകൂടാതെ ആ ഗ്രഹം ആ വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ നല്ല ഒരു ഭാവത്തിൽ വരികയും വേണം. പ്രത്യേകിച്ചും 6, 8, 12 ഭാവങ്ങളിൽ വരാൻ പാടില്ല. എന്നാൽ വ്യാഴം ഇവിടെയും ഒരു അപവാദമാണ്. എത്ര മോശമായാലും ഒരു വ്യക്തിക്ക് കുറച്ചെങ്കിലും നല്ല ഫലങ്ങൾ കൊടുക്കുവാൻ കഴിയുന്ന ഏക ഗ്രഹവും വ്യാഴമാണ്. ഇപ്പോൾ വ്യാഴം വരുന്ന രാശി മിഥുനം രാശിയാണല്ലോ. മിഥുനം രാശിയുടെ അധിപൻ ബുധനുമാണ്. വ്യാഴനും ബുധനും പരസ്പരം ശത്രുക്കളാണ്. എങ്കിലും മിഥുനം രാശിയിൽ വരുന്ന വ്യാഴം ഒരു വ്യക്തിക്ക് നല്ല ഫലം തന്നെയാണ് കൊടുക്കുന്നത്. കാരണം മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴനെക്കുറിച്ച് ശ്രീ വരാഹമിഹിരാചാര്യർ തൻ്റെ പ്രസിദ്ധമായ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, മിഥുനത്തിലും കന്നിയിലും വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ധാരാളം ഗൃഹസാമഗ്രികളും അതുപോലെ പുത്രന്മാർ, സുഹൃത്തുക്കൾ, മന്ത്രിപദവി, സുഖകരമായ ജീവിതം നയിക്കുന്ന അവസ്ഥ എന്നീ ഗുണങ്ങളോട് കൂടിയവനായിരിക്കും എന്നാണ്. ആചാര്യൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകാറുള്ളൂ. ബാക്കി നമ്മൾ തന്നെ ഊഹിച്ചെടുത്തു കൊള്ളണം. അതാണ് ഹോരാശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. കുറച്ച് ബുദ്ധിയും കഴിവും ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. സ്വല്പം വൃത്തവിചിത്രമർത്ഥബഹുലം ശാസ്ത്രപ്ലവം പ്രാരംഭേ എന്നാണ് തൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ആചാര്യൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. വ്യാഴം ഇടവക്കൂറുകാരുടെ 2ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി തന്നെ ഈ കൂറുകാർക്കുണ്ടാകുന്നു. ഒരു വ്യക്തിയുടെ സമ്പാദ്യം, സമ്പത്ത്, പണം സമ്പാദിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം ഇതെല്ലാം 2ാം ഭാവത്തിൽ നിന്നുമാണ് മനസ്സിലാക്കേണ്ടത്. സമ്പത്തിൻ്റെ കാരകനായ വ്യാഴം ഈ ഭാവത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ശുഭഫലം തന്നെ ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ നമ്മുടെ കുടുംബാന്തരീക്ഷം വളരെ ശാന്തവും സമാധാനപൂർണവുമായി തീരുന്നു. മറ്റുള്ളവരോട് നല്ല വാക്കുകൾ പറയുവാനും നല്ല രീതിയിൽ പെരുമാറുവാനുമൊക്കെ നമുക്ക് സാധിക്കുന്നു. അതുവഴിയും നമുക്ക് കുറേ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികപരമായ ഉന്നതിയും നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നും നല്ല ധനാഭിവൃദ്ധിയും ഇപ്പോൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നാളിതുവരെ ബിസിനസ്സിൽ നിന്നും പറയത്തക്ക മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് നഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി മുതൽ ആ നഷ്ടങ്ങളിൽ നിന്നും കരകയറി വരുവാനും ഭദ്രമായ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഉയർന്നു വരുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾ ആർക്കെങ്കിലും കുറച്ച് പണം കടം കൊടുത്തിരുന്നു എന്ന് വയ്ക്കുക. ആ പണം കാലാവധി കഴിഞ്ഞിട്ടും തിരികെ തരാതെ അയാൾ നമ്മെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നും കരുതുക. നമ്മൾ ആ പണം തിരികെ ചോദിച്ച് നന്നേ മടുത്തു പോയിട്ടുമുണ്ടാകും. തുക അല്പം വലുതായതിനാൽ നമുക്കത് ഉപേക്ഷിക്കുവാനും കഴിയില്ല. ഇത്തരം ഒരവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ആ പണം ഒരുമിച്ചോ അല്ലെങ്കിൽ 2-3 തവണകളായിട്ടോ എങ്കിലും തിരികെ കിട്ടുവാനുള്ള ഒരു അവസരം വന്നു ചേരുന്നതാണ്.
എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ കുടുംബാന്തരീക്ഷവും കുടുംബത്തിനകത്തെ ശാന്തിയും സമാധാനവും താറുമാറായിട്ടുണ്ടെങ്കിൽ ഈ വ്യാഴമാറ്റത്തോടെ കുടുംബത്തിലെ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും താൽക്കാലികമായിട്ടെങ്കിലും ഒരു ശമനം ഉണ്ടായി വരുന്നതാണ്. അതുപോലെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും വളരെയേറെ ആശ്വാസം ഇനി മുതൽ ലഭിക്കുന്നതുമാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ഇപ്പോൾ വളരെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഇതുവരെയും കാരണം കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രോഗങ്ങളുള്ളവർക്ക് തങ്ങളുടെ രോഗാവസ്ഥയുടെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുവാനും ഉചിതമായ ചികിത്സകൾ ലഭ്യമാക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ശത്രുതയ്ക്ക് ഒരു അയവ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ശത്രുത ഉണ്ടായിരുന്നുവെങ്കിൽ അതിനും ഒരു പരിഹാരമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നതുമാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങൾ കുറേശ്ശെയായിട്ടെങ്കിലും വീട്ടുവാൻ ഇനി മുതൽ സാധിക്കുന്നതാണ്. അതുപോലെ ബാങ്കിൽ നിന്നും വായ്പകളോ മറ്റോ എടുത്തിട്ടുള്ളവർക്ക് കുടിശ്ശിക വീഴ്ത്തുകയും അതുമൂലം ബാങ്കിൽ നിന്നും നടപടികൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും എന്തെങ്കിലും അനുകൂലമായ സമീപനവും ഉണ്ടാകാനിടയുണ്ട്. വീടുകളിൽ നിന്നോ കടകളിൽ നിന്നോ വാടക കുടിശ്ശിക എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ അത് ലഭിക്കുവാനും ഇൻഷുറൻസിൽ നിന്നും പണം എന്തെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ അത് ലഭിക്കുവാനും ഇപ്പോൾ സാഹചര്യം ഒരുങ്ങുന്നതാണ്. ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്നും നല്ല ഒരു ലാഭം ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പടി ഉയർത്തി കാണിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു തരാം എന്ന് വാക്ക് കൊടുക്കുകയും എന്നാൽ എന്തെങ്കിലും മോശം സാഹചര്യത്താൽ അത് സാധിച്ചു കൊടുക്കുവാൻ കഴിയാതെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം ഇപ്പോൾ നിറവേറ്റുവാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ പദവിയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിന് അനുകൂലമായ സമയമാണിത്. ഒരു പ്രമോഷന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒത്തുവരുന്നതുമാണ്. ശത്രുക്കളും മിത്രമാകുന്ന കാലമാണ്. മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ സഫലീകൃതമാകുന്ന കാലവുമാണ്. എന്തുകൊണ്ടും ഈ വ്യാഴമാറ്റം കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടാകേണ്ടതില്ല. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.